വെൽക്കം ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നുള്ള മൊഡ്യൂളാണ്. അപ്പോൾ എന്താണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്? നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി അല്ലെങ്കിൽ മൊഡ്യൂൾ എന്ന് നമുക്ക് പറയാം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയ വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയാം. ഇതിൽ നമ്മൾ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം വരുന്നത് സോഷ്യൽ മീഡിയാസാണ്. അതെന്തുകൊണ്ടാണ് ഇപ്പോൾ ന്യൂവസ്റ്റ് അല്ലെങ്കിൽ നമ്മൾക്കിപ്പം ഏറ്റവും പുതിയൊരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയാസിനെ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ മെയിൻലി സോഷ്യൽ മീഡിയാസ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനാണ്, പക്ഷെ നമ്മൾ ബിസിനസ് പർപ്പസിനെ യൂസ് ചെയ്യുമ്പോൾ ഒരു റിസൾട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ത്രൂ നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനി അവയർനെസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയാസിൽ ഓൾറെഡി നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂസേഴ്സ് വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനി നെയിം അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം നമുക്ക് ഒരുപാട് പേരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പുതിയ കസ്റ്റമേഴ്സിലേക്ക് റീച്ച് ഔട്ട് ആക്കാം. അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് കസ്റ്റമറായിട്ട് എൻഗേജ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അപ്ഡേറ്റ്സ്, നമ്മുടെ കമ്പനിയുടെ അപ്ഡേറ്റ്സ് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ പുതിയ സർവീസസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അറിയിക്കാം. അതേപോലെ തന്നെ ഒരു ഇ-കൊമേഴ്സ് സൈറ്റ് ആണെങ്കിൽ പുതിയ പ്രൊഡക്ട്സ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ നമ്മുടെ എന്തെങ്കിലും ഓഫേഴ്സ്, ഇതെല്ലാം നമുക്ക് സോഷ്യൽ മീഡിയ ത്രൂ അവരെ കസ്റ്റമേഴ്സായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ 2-way കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് സോഷ്യൽ മീഡിയാസിൽ. ആൻഡ് പ്രൊമോട്ട് ദെയർ ഡിസയേർഡ് കൾച്ചർ ആൻഡ് മിഷൻ. ഈ 2-way കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിൻ്റെ മൈൻഡ് സെറ്റ് അറിയാനായിട്ട് സാധിക്കും. അതനുസരിച്ച് അവരിലേക്ക് നമ്മുടെ സർവീസസ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കൊരു പോസിറ്റീവ് റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, പിന്നെ പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് 2 ടൈപ്പിൽ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാം. ദാറ്റ് ഈസ് ഓർഗാനിക് മാർക്കറ്റിംഗ് ആൻഡ് പെയ്ഡ് DM മാർക്കറ്റിംഗ്. ഓർഗാനിക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിത്തൗട്ട് ഈവൺ സ്പെൻഡിങ് എനി എമൗണ്ട്, നമ്മൾ എമൗണ്ട് ഒന്നും സ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ മാർക്കറ്റിംഗ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ത്രൂ മാർക്കറ്റ് ചെയ്യാണ് നമ്മുടെ വെബ്സൈറ്റ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി. പെയ്ഡ് DM എഫേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെയ്ഡ് പ്രൊമോഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആഡ്സ്, നമ്മൾ എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് നമ്മളൊരു പ്രൊമോഷൻസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്ക് ആഡ്സ്, ഇൻസ്റ്റാഗ്രാം എന്നുള്ള പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആഡ്സ്, ലിങ്ക്ഡിൻ ആണെങ്കിൽ ലിങ്ക്ഡിൻ ആഡ്സ്, അങ്ങനെ ഓരോ സോഷ്യൽ മീഡിയാസിലും നമ്മൾ പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പെയ്ഡ് പ്രൊമോഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പെയ്ഡ് DM എഫേർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, SEMനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സെർച്ച് എൻജിൻ മാർക്കറ്റിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ക്വിക്കർ റിസൾട്ട് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ത്രൂ ആണ് കിട്ടുക. നമ്മുടെ സെർച്ച് എൻജിൻ മാർക്കറ്റിങ്ങിൽ നമുക്ക് ടൈം എന്ന് പറയുന്നത്, നമുക്ക് റിസൾട്ട് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് കുറച്ച് ഹയർ ആണ്. പക്ഷേ ആസ് കമ്പയർ ടു സോഷ്യൽ മീഡിയയിൽ നമുക്ക് കുറച്ചും കൂടിയും ഈസിയർ ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ക്വിക്കറായിട്ടും റിസൾട്ട്സ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഹയർ ആണ്. ഓക്കെ, പിന്നെ എന്തിനാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രാൻഡ് അവയർനെസ്, നമുക്കൊരു ബ്രാൻഡ് ഉണ്ടെന്നും അല്ലെങ്കിൽ ഒരു ബിസിനസ് ഉണ്ടെന്ന് കുറേ പേർക്ക് അറിയിക്കാനായിട്ടാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയാസ് പർപ്പസ്ഫുള്ളി യൂസ് ചെയ്യുന്നത്. പിന്നെ ബിസിനസ് വിസിബിലിറ്റി, ബ്രാൻഡ് റെക്കഗ്നൈസേഷൻ, അതേപോലെ തന്നെ കസ്റ്റമേഴ്സായിട്ട് എൻഗേജ് ചെയ്യാനായിട്ട്, 2-way കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാനായിട്ട്. പിന്നെ നമ്മുടെ ഓൾറെഡി 2-way കമ്മ്യൂണിക്കേഷൻസ് പോസിബിൾ ആക്കുമ്പോൾ നമുക്ക് നോർമലി ഉള്ള എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സും നമ്മുടെ കസ്റ്റമേഴ്സായിട്ട് നിൽക്കും. അതേപോലെ തന്നെ ന്യൂ കസ്റ്റമേഴ്സിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ നോക്കേണ്ടതെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. മെയിൻലി 6 സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഓഡിറ്റ്. സെക്കൻഡ് ഈസ് സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ്. തേർഡ് ഈസ് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്. ഫോർത്ത് ഈസ് സോഷ്യൽ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ ORM എന്ന് പറയാം. ഓൺലൈനിലെ ഇബ്രിവേഷൻ ആണ് ORM. O സ്റ്റാൻഡ്സ് ഫോർ ഓൺലൈൻ, R സ്റ്റാൻഡ്സ് ഫോർ റെപ്യൂട്ടേഷൻ, M സ്റ്റാൻഡ്സ് ഫോർ മാനേജ്മെൻറ്റ്. പിന്നെ വരുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. അതിന് ശേഷമാണ് നമുക്ക് സോഷ്യൽ മീഡിയ PR അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ് എന്നുള്ള സെക്ഷൻ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് ആണ്.
അതൊക്കെ എന്താണ് സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് എന്ന് നോക്കാം. സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് എന്നുള്ള സ്റ്റെപ്പിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്രസൻസ് ആണ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയാസ് ഉണ്ട് അല്ലേ. മോസ്റ്റ്ലി എല്ലാ നമ്പർ ഓഫ് യൂസേഴ്സ് ഹൈ ആയ ഒരു സോഷ്യൽ മീഡിയ ആണ് ഫേസ്ബുക്ക്. അതിൻ്റെ സെക്കൻഡ് മോസ്റ്റ് നിൽക്കുന്ന ഇൻസ്റ്റാഗ്രാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രസൻസ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലത്തെ നമ്മുടെ പ്രസൻസ് റിസർച്ച് ചെയ്യാം. റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫേസ്ബുക്കിൽ നമ്മളൊരു ഇവൻ ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കാനായിട്ട് ഓർഗാനിക് മാർക്കറ്റിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഫേസ്ബുക്ക് നമുക്ക് ബിസിനസ് പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ തരുന്നുണ്ട് അല്ലേ. ഫേസ്ബുക്കിൽ നമുക്ക് ബിസിനസ് പേജ് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാം. നമുക്ക് ഇൻസ്റ്റാഗ്രാം ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. അതേപോലെ തന്നെ ലിങ്ക്ഡിനിൽ നമുക്ക് ബോത്ത് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ പേജസും ക്രിയേറ്റ് ചെയ്യാം. ഒരു അഡീഷണൽ ആയിട്ട് ഷോക്കേസ് പേജസും ക്രിയേറ്റ് ചെയ്യാം, കമ്പനി പേജസ് ആൻഡ് ഷോക്കേസ് പേജസ്. ഓക്കെ. അപ്പോൾ ഓരോ സോഷ്യൽ മീഡിയയിലത്തെ ഫീച്ചേഴ്സ് ഡിഫറെൻ്റ് ആണ്. ആ ഫീച്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് വേണം അതിൽ മാർക്കറ്റ് ചെയ്യാൻ. അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് ആണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ് സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് ആണ്. അതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കണം. പ്രസൻസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി നെയിം ഒരു വിസിബിൾ ആക്കണം. ഓക്കെ. നമുക്ക് ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്ക് ബിസിനസ് പേജ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്സ്, സോഷ്യൽ മീഡിയ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഡെഫിനറ്റ്ലി അതിൽ തരുന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യാം. ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് പ്ലേസ് എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫീച്ചർ ഉണ്ട്. അതേപോലെ തന്നെ ഗ്രൂപ്പ് മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യാം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് നോക്കുമ്പോൾ നോക്കാം. അങ്ങനെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റീൽസ് എന്നുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഹാഷ്ടാഗ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സോഷ്യൽ മീഡിയാസും ഓരോ അൽഗോരിതം അല്ലെങ്കിൽ ഓരോ ഫീച്ചേഴ്സാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പം അത് അനലൈസ് ചെയ്ത് അത് നമ്മൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. പിന്നെ റെക്കമെൻഡിങ് ദ ഐഡിയൽ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി. ഐഡിയൽ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു പ്ലാനിങ്ങും അല്ലെങ്കിൽ ഏതൊരു മാർക്കറ്റിങ്ങും സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങും ഏതൊരു പ്ലാറ്റ്ഫോമിൽ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം സ്ട്രാറ്റജൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഫോം ചെയ്യണം. കണ്ടൻറ്റ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ അതെന്ത് സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്ലാനിങ്. അപ്പോൾ നമ്മൾ എന്തിനാണ് സ്ട്രാറ്റജി ആൻഡ് പ്ലാനിങ് ചെയ്യുന്നത്? ഇപ്പോൾ മൺഡേ വീക്കെൻഡ്സിൽ അല്ലെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ ഡേയ്സിലെ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ്, ക്യാപ്ഷൻസ്, ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്ത് സ്ട്രാറ്റജൈസ് ചെയ്ത് വെക്കണം. ഇത് റിപ്പീറ്റേഷൻ ഒഴിവാക്കാനായിട്ട് നമുക്ക് പറ്റും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് റിപ്പീറ്റേഷൻ ഒഴിവാക്കാം. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻസ്, റിപ്പീറ്റേഷൻസ് ഇതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്ത് ഒറിജിനൽ കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴും നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ ഒറിജിനൽ കണ്ടൻറ്റ് ക്വാളിറ്റി അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അതുകൊണ്ടാണ് നമുക്ക് ഐഡിയൽ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ വരുന്നതാണ് എക്സിക്യൂഷൻ പ്ലാൻ. നമ്മൾ ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യുക. ഈ ഒരു സെക്ഷനാണ്, ഇത്ര സ്റ്റെപ്സാണ് നമുക്ക് സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് എന്നുള്ള പ്രോസസ്സിൽ വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് പ്രോസസ്സ് വരുന്ന ഫസ്റ്റ് നമ്മൾ ഓഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് ആണ്. സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു ബ്രാൻഡ് നെയിം പെർഫോം ചെയ്യുന്നതെന്ന് നോക്കേണ്ടതാണ്. ഫസ്റ്റ് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം, പിന്നെ സെഗ്രിഗേറ്റ് ചെയ്യാം. എന്തെങ്കിലും കുഴപ്പങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഗുഡ് ആൻഡ് ബാഡ് പോയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാം. കോമ്പറ്റേറ്റേഴ്സിനെ അനലൈസ് ചെയ്യാം. കൺവേർഷൻസ് അനലൈസ് ചെയ്യുക. കൺവേർഷൻസ് ഇൻ ദ സെൻസ്, ഇപ്പോൾ നമ്മൾ ഇ-കൊമേഴ്സ് ആയിട്ടാണെങ്കിൽ എത്ര പേര് കൺവേർട്ടഡ് ആയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സായി അല്ലെങ്കിൽ പർച്ചേസ് നടത്തി എന്നുള്ളതാണ് അനലൈസിങ്. ഇപ്പോൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു കമ്പനിയാണെങ്കിൽ എത്ര സർവീസസ് അല്ലെങ്കിൽ എത്ര പേര് ആ സർവീസസ് ബൈ ചെയ്തു എന്നുള്ളതാണ് കൺവേർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇൻസൈറ്റ്സ് നോക്കുക, റെക്കമെൻഡേഷൻ റിപ്പോർട്ട്സ് നോക്കുക. ഓക്കെ. ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോ സോഷ്യൽ മീഡിയാസിലും നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്താലും നമുക്കതിൻ്റെ ഒരു അനലൈസ് അല്ലെങ്കിൽ മെഷറബിൾ ആണത്. അപ്പോൾ നമുക്ക് ഫേസ്ബുക്കിൽ തന്നെ ഇപ്പോൾ ഫേസ്ബുക്ക് പേജിൽ എത്രത്തോളം ഇൻസൈറ്റ്സ് എന്നുള്ള പോർഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം അത് ആൾക്കാർ ലൈക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എൻഗേജ് ചെയ്യുന്നുണ്ട് നമ്മുടെ പേജിലോട്ട്, എത്ര പേർക്ക് ഇൻട്രസ്റ്റഡ് ആവുന്നുണ്ട് എന്നുള്ള ഫുൾ റിപ്പോർട്ട്സ് നമുക്ക് അവിടെ നിന്ന് കിട്ടും.
അപ്പോൾ നമ്മൾ അത് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിലാണ് നമുക്ക് ഓഡിയൻസിൻ്റെ ഒരു നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഡിയൻസിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടൻറ്റ് അവരിലേക്ക് എത്രത്തോളം എഫക്റ്റീവായി പാസ് ഓൺ ചെയ്യുന്നുണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, പിന്നെ വരുന്ന സ്റ്റെപ്പാണ് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്. സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്തത്? ഓഡിറ്റിംഗ് ചെയ്തു, പിന്നെ നമ്മൾ മോണിറ്ററിങ് ചെയ്തു, പിന്നെ മാനേജ്മെൻറ്റ്, പിന്നെ മാനേജ് ചെയ്യാം. അതിൽ വരുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് പ്രസൻസ് ക്രിയേഷൻ ഓൺ സോഷ്യൽ മീഡിയ. നല്ലൊരു കണ്ടൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിലാണെങ്കിൽ കൂടുതൽ കണ്ടൻറ്റ് പോകുക എങ്ങനെയാണ്? പോസ്റ്റേഴ്സ്, വീഡിയോസ്, ഇതെല്ലാമാണ്. ഇങ്ങനത്തെ കണ്ടൻറ്റ്സിനായിരിക്കും കൂടുതൽ റീച്ച് പോവുക. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലോ ഇൻസ്റ്റാഗ്രാമിൻ്റെ സെയിം തന്നെയാണ്. നമ്മുടെ റീൽസ് അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടൻറ്റിനായിരിക്കും കൂടുതൽ പ്രസൻസ് പോവുക. ലിങ്ക്ഡിനിലാണെങ്കിൽ ആർട്ടിക്കിൾസ് ആയിരിക്കും കൂടുതൽ ഓഡിയൻസിന് ഇൻട്രസ്റ്റഡ് ആവുക. ഓക്കെ, അപ്പം ഇതാണ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പ്രസൻസ്, നമ്മുടെ കണ്ടൻറ്റ് ക്രിയേഷനാണ് മെയിനായിട്ട് മാനേജ്മെൻറ്റിൽ വരുന്നത്. എന്താണോ ഓഡിയൻസിലേക്ക് അല്ലെങ്കിൽ ഓഡിയൻസ് അക്സെപ്റ്റബിൾ ആവുന്ന ആ കണ്ടൻറ്റ് സ്ട്രാറ്റജിക്കായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക. അതേപോലെ തന്നെ പ്രസൻസ് പ്രൊമോഷൻ ആൻഡ് റെസ്പോൺസ് മാനേജ്മെൻറ്റ്, നമ്മൾ പ്രൊമോഷൻസ് ചെയ്യുക. പ്രൊമോഷൻസ് എന്ന് പറഞ്ഞാൽ പെയ്ഡ് പ്രൊമോഷൻസ് അത് ചെയ്യുക. അതുപോലെ തന്നെ റെസ്പോൺസ് മാനേജ്മെൻറ്റ്, നമ്മൾ പ്രൊമോഷൻസ് ചെയ്തു, അവർ എന്തെങ്കിലും എൻക്വയറീസ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻക്വയറീസിന് റെസ്പോൺസ് ചെയ്യുക. അതെല്ലാം വരുന്നത് ഈ സ്റ്റെപ്പിലാണ്. പിന്നെ വരുന്നത് അനലൈസിങ് ഓപ്പർച്യൂണിറ്റി ഫോർ സോഷ്യൽ മീഡിയ ഔട്ട്റീച്ച്. ഇതിൽ വരുന്നത് നമുക്ക് എങ്ങനെയൊക്കെയാണോ നമുക്ക് പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫുൾ ആക്ടിവിറ്റീസ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് എന്നുള്ള പ്രോസസ്സിലാണ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ടതാണ് സോഷ്യൽ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ORM. നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലായതുകൊണ്ട് തന്നെ 2-വേ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പെട്ടെന്നൊരു നമ്മൾ ചെയ്യുന്ന എന്തൊരു ആക്ടിവിറ്റീസും പെട്ടെന്നൊരു റെസ്പോൺസ് കിട്ടാനുള്ള ചാൻസസ് വളരെ ഗ്രേറ്ററാണ്. അപ്പം നമുക്ക് ഈ ഓൺലൈൻ റെപ്യൂട്ടേഷൻ, ഓൺലൈൻ മീഡിയയിൽ നമ്മുടെ ഒരു റെപ്യൂട്ടേഷൻ എപ്പോഴും മാനേജ് ചെയ്യണം. റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡ് നമ്മൾ ഒരിക്കലും വരുത്താനായിട്ട് പാടില്ല. കാരണം ഓൺലൈൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരാനുള്ള നമ്മുടെ ബിസിനസ്സിൽ ഒരു നെഗറ്റീവ് നെയിം അല്ലെങ്കിൽ നെഗറ്റീവ് ബ്രാൻഡ് നെയിം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ബാഡ് കമൻറ്റ്സ് അല്ലെങ്കിൽ ബാഡ് ഫീഡ്ബാക്കോ ബാഡ് റിവ്യൂസ് ഇതൊക്കെയാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് കേസസ് വരാനോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ ബിസിനസ് ഓൺലൈൻ മീഡിയാസിൽ പെർഫോം ചെയ്യുന്ന റിസർച്ചും അനലൈസും കണ്ടിന്യൂസ്ലി റിസർച്ചും അനലൈസും ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളൊരു റെപ്യൂട്ടേഷൻ സ്കോർ, നമുക്ക് റെപ്യൂട്ടേഷൻ നോക്കാനായിട്ടുള്ള ഗൂഗിൾ അലേർട്ട്സ് നമുക്ക് സെറ്റപ്പ് ചെയ്ത് വെക്കാം. ഗൂഗിൾ അലേർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് www.googlealerts.com എന്നുള്ള സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് സൈറ്റിനെ കുറിച്ചിട്ടാണോ അല്ലെങ്കിൽ ഏത് സൈറ്റിനെ കുറിച്ചിട്ടാണോ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയേണ്ടത് കണ്ടിന്യൂസ്ലി സൈമിൾട്ടേനിയസ്ലി ആരെങ്കിലും ഇപ്പോൾ മെൻഷൻ ചെയ്ത, അതേപോലെ തന്നെ ആരെങ്കിലും കമൻറ്റ് ചെയ്ത, ഇതെല്ലാം നമുക്ക് അറിയാനായിട്ട് നമ്മൾ നോട്ടിഫൈഡ് ആവും. അല്ലെങ്കിൽ നമ്മുടെ ഇമെയിലിലോട്ട് മെയിൽസ് വരും. അപ്പോൾ അതേ ത്രൂ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന് ഒരു റിക്കവറി സ്റ്റെപ്സ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മളെപ്പോഴും റെപ്യൂട്ടേഷൻ മാനേജ് ചെയ്യണം. ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. പിന്നെ എക്സിക്യൂഷൻ ഓഫ് റെക്കമെൻഡേഷൻസ്, നമ്മൾ റെക്കമെൻഡേഷൻസ് നോക്കുക, റെക്കമെൻഡേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക. ഇതാണ് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റിൽ നമ്മൾ വരുന്നത്. സോഷ്യൽ മീഡിയാസിലാണെങ്കിൽ എന്താ, നമുക്ക് നമ്മുടെ കമൻറ്റ്സ് ബാഡ് കമൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ പൊളൈറ്റ് വേ റിപ്ലൈ കൊടുക്കുക. അതേപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സിലേക്ക് പോവാതിരിക്കുക. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക, നല്ല സർവീസസ് കൊടുക്കുക. അങ്ങനത്തെ മൊത്തം റെസ്പോൺസീവ് ആവുക, അവരുടെ ക്വസ്റ്റ്യൻസിന് റെസ്പോൺസസ് കൊടുക്കുക. ഇതിലൊക്കെ ത്രൂ നമുക്ക് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ വരുന്നതാണ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ. സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൽ നമ്മൾ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഓർ പെയ്ഡ് പ്രൊമോഷൻസ്, ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്ക് ആഡ്സ്, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആഡ്സ്, അങ്ങനെ പെയ്ഡ് പ്രൊമോഷൻസിനെ പറയുന്നതാണ് ക്യാമ്പയിൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാമ്പയിൻസ് നമുക്കൊരു ഷോർട്ട് സ്പാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാമ്പയിൻസ് സെറ്റപ്പ് ചെയ്യുക.
എന്നിട്ട് നമുക്ക് ടൂൾസ് യൂസ് ചെയ്ത് ക്യാമ്പയിൻസ് റണ്ണ് ചെയ്യുക. അതിനുശേഷം അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്ന് മോണിറ്റർ ചെയ്യുക. ഇതാണ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ വരുന്നതാണ് സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി. സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി നമ്മൾ എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ്. സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി നമ്മൾ ഏതൊരു സോഷ്യൽ മീഡിയയിൽ വർക്കൗട്ട് ആകുമ്പോഴും നമ്മൾ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു പ്ലാനിങ് നമുക്ക് ആവശ്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ മനസ്സിലാക്കി ഒരു പ്ലാൻ ചെയ്യുക. അവരെക്കാളും യുണീക്കായിട്ടുള്ള കണ്ടൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നമ്മുടെ ഓഡിയൻസ് നമ്മളിലേക്ക് അട്രാക്റ്റായി നമ്മുടെ ഒരു ബെറ്റർ പെർഫോമൻസ് നമുക്ക് കിട്ടുകയുള്ളൂ ബിസിനസ്സിൽ. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റജി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ നമുക്ക് ഡ്യൂപ്ലിക്കേഷൻസ് റിപ്പീറ്റേഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ യൂണീക്ക് കണ്ടൻറ്റ് ഓഡിയൻസിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലെ എന്നുള്ള ഒരു മൊഡ്യൂൾ. അപ്പോൾ എന്തൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എത്രത്തോളം സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം സോഷ്യൽ മീഡിയ ഓഡിറ്റിങ്, പിന്നെ സോഷ്യൽ മീഡിയ മോണിറ്ററിങ്, പിന്നെ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്, സോഷ്യൽ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആൻഡ് സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇനി നോക്കേണ്ടത് എത്രത്തോളം അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയാസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂസേഴ്സ് കൂടുതലുള്ള സോഷ്യൽ മീഡിയാസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫേസ്ബുക്കാണ്. അതിനുശേഷം ഇൻസ്റ്റാഗ്രാം. ഫേസ്ബുക്കിൽ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയും. ഇൻസ്റ്റാഗ്രാമാണ് പ്ലാറ്റ്ഫോമിങ്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ്. പിൻട്രസ്റ്റ് മാർക്കറ്റിംഗ് ആണെങ്കിൽ പിൻട്രസ്റ്റ് എന്നുള്ള പ്ലാറ്റ്ഫോം ആണെങ്കിൽ നമ്മൾ പിൻട്രസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയും. അതേപോലെ തന്നെ ട്വിറ്റർ ആണെങ്കിൽ നമുക്ക് ട്വിറ്റർ മാർക്കറ്റിംഗ്, വൈറൽ മാർക്കറ്റിംഗ് ആൻഡ് യൂട്യൂബ് മാർക്കറ്റിംഗ്. ഇതിലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആൻഡ് യൂട്യൂബ് മാർക്കറ്റിംഗ് ആണ് കറൻറ്റ് സിനാരിയോയിൽ നമുക്ക് കൂടുതൽ ബെറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ്. ഓക്കെ, അപ്പം നമുക്ക് ഓരോ പ്ലാറ്റ്ഫോംസിലും എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യാമെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.